വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് എക്സാമിനേഷൻസുകൾ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം ഇനി സെറ്റ് എക്സാമിനേഷൻ ഇനി അടുത്തു കഴിഞ്ഞു വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും 6 യൂണിറ്റ്സുകളാണ് നമ്മുടെ സിലബസിലുള്ളത്. ഈ 6 യൂണിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി മൊഡ്യൂൾസുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഈ ഓരോ മൊഡ്യൂൾസുകളുമായിട്ട് ബന്ധപ്പെടുത്തിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നു പോകാം. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിരവധി എക്സാമിനേഷൻസുകളിൽ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാൻ മേക്ക് ഹിംസെൽഫ് ഈസ് ദ വർക്ക് ഓഫ് ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിഹാം, ഓപ്ഷൻ ബി ആർതർ ഇവൻസ്, ഓപ്ഷൻ സി ചാമ്പിലിയൻ, ഓപ്ഷൻ ഡി ഗോർഡൻ ചാൾഡ്. സോ ദ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം, വളരെ പ്രാധാന്യം അറിയിക്കുന്നതും എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള ഒരു ആൻസർ ആണ്. ഗോർഡൻ ചാൾഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. മാൻ മേക്ക് ഹിംസെൽഫ് ഈസ് ദ വർക്ക് ഓഫ് ഗോർഡൻ ചാൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റിമാർക്ക്ഡ് ഹിസ്റ്ററി ഈസ് ദ ബങ്ക്? ആരാണ് ഹിസ്റ്ററി ബങ്ക് എന്ന് റിമാർക്ക് ചെയ്തിട്ടുള്ളത്? ഹു റിമാർക്ക് ഹിസ്റ്ററി ഈസ് എ ബങ്ക്? ഓപ്ഷൻ എ ഹെൻറി ഫോർഡ്, ഓപ്ഷൻ ബി എൽട്ടൺ, ഓപ്ഷൻ സി വോൾട്ടയർ, ഓപ്ഷൻ ഡി റൂസോ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഹെൻറി ഫോർഡ് ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ഹിസ്റ്ററി ഈസ് ദ ബങ്ക് ഈ റിമാർക്ക്ഡ് ബൈ ഹെൻറി ഫോർഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡെഫിനിഷൻസുകളേക്കും കൂടി ഒന്ന് നോക്കിപ്പോകാം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള. സോ ഡൈനോഷ്യസ് ഹാലിക്കോർണസിന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി ഈസ് ദ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾ. അക്കോർഡിംഗ് ടു ഡൈനോഷ്യസ്, ഹിസ്റ്ററി ഈസ് ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾ. Then Aristotle, history is an account of the unchanging past എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? അരിസ്റ്റോട്ടിൽ. ഹിസ്റ്ററി is an account of the unchanging past. Then Polybius, മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് പൊളിബിയസിന്റെ. അക്കോർഡിംഗ് ടു പൊളിബിയസ്, ഹിസ്റ്ററി is an account worthy of being remembered. Once again, history is an account worthy of being remembered. And then Francis Bacon, according to Francis Bacon, he defined history and discipline that make man wise. History is and discipline that make man wise. മനുഷ്യനെ വിവേകശാലികളാക്കുന്നത് ആരാണോ അതാണ് ചരിത്രമെന്ന് വിഭാവന ചെയ്തത് ഫ്രാൻസിസ് ബെക്കൻ ആണ്. Then ഹെൻറി ജോൺസൺ, history is the broadest sense is everything that ever happened. According to Henry Johnson, history is the broadest sense is everything that ever happened. And according to Benedetto Croce, all history is the contemporary history. According to Croce, all history is the contemporary history by Benedetto Croce. അപ്പോൾ ഈ ക്രോസിയുടെ ഈ ഡെഫിനിഷൻ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓൾ ഹിസ്റ്ററി ഇസ് ദ കണ്ടംപററി ഹിസ്റ്ററി ബൈ ക്രോസി. ക്രോസിയുടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോക്കിപ്പോണം. ഈ കഴിഞ്ഞ 2 എക്സാമിന് 2025-ലും 26-ലും ചോദിച്ചിട്ടുണ്ട്. HSST എക്സാമിനേഷൻ കൂടി ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. Then ഇനി ഹിസ്റ്ററി ഇസ് ദ നത്തിങ് ബട്ട് ദ പാക്ക് ഓഫ് ദ ട്രിക്സ് വി പ്ലേഡ് ഓൺ ദ ഡെഡ് ബൈ വോൾട്ടയർ. അപ്പോൾ വോൾട്ടയറിന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി ഇസ് ദ നത്തിങ് ബട്ട് ദ പാക്ക് വി ട്രിക്സ് വി പ്ലേ ഓൺ ദ ഡെഡ്, അതായത് മരിച്ചവരോട് നമ്മൾ കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രമെന്ന് ചരിത്രത്തെ അഭിസംബോധന ചെയ്തത് ഇല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? വോൾട്ടയർ ആണ്. ഹിസ്റ്ററി ഇസ് ദ നത്തിങ് ബട്ട് ദ പാക്ക് ഓഫ് ദ ട്രിക്സ് വി പ്ലേ ഓൺ ദി ഡെത്ത്. Then the term philosophy of history coined by വോൾട്ടയർ തന്നെയാണ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. ആ ടേമിനെ കോയിൻ ചെയ്തതും ആര് തന്നെയാണ്? വോൾട്ടയർ തന്നെയാണ്. Then the famous dictum used by R.G. Collingwood to present his idea of history. അദ്ദേഹം തന്റെ ഹിസ്റ്ററി എന്ന ഐഡിയയെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഡിക്റ്റം ഇതായിരുന്നു: ഓൾ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് തോട്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇത്തരത്തിലുള്ള ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത് R.G. കോളിംഗ്വുഡ് ആണ്. എന്തായിരുന്നു അദ്ദേഹം ഹിസ്റ്ററിക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള? ഓൾ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് തോട്ട്. According to R.G. Collingwood, who present his idea of history, all history is the history of thought എന്നുള്ളതാണ്. മനസ്സിലായിട്ട് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ പരമാവധി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് ഒന്നും കൂടി നോക്കാം. ഹിസ്റ്ററി ഇസ് ദ പാസ്റ്റ് പൊളിറ്റിക്സ്, പ്രസന്റ് പൊളിറ്റിക്സ് ഈസ് ദ ഫ്യൂച്ചർ ഹിസ്റ്ററി എന്ന് ഡിഫൈൻ ചെയ്തത് ജോൺ സീലിയാണ്. Once again, history is the past politics,
Present politics is the future history by John Seeley. Then history is the record of class struggle എന്ന് വിഭാവന ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തത് കാർൽ മാക്സ് ആണ്. ദ ഫേമസ് ബുക്ക് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ആരുടേതാണ്? RG കോളിംഗ്വുഡിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ബുക്സും ഓതേഴ്സും ചോദിക്കും, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടാണ്. ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ഡെഫിനിഷനും കൂടി ഒന്ന് നോക്കി പോകാം. അക്കോർഡിംഗ് ടു FW മെയ്റ്റ്ലാൻഡ്, എ ലീഗൽ ഹിസ്റ്റോറിയൻ who viewed history as a seamless web. അപ്പൊ ചരിത്രത്തെ സീംലെസ് വെബ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ഒരു ലീഗൽ ഹിസ്റ്റോറിയൻ കൂടിയായ FW മെയ്റ്റ്ലാൻഡ് ആണ്. അക്കോർഡിംഗ് ടു FW മെയ്റ്റ്ലാൻഡ്, എ ലീഗൽ ഹിസ്റ്റോറിയൻ who viewed history as a seamless web. Then according to Henry Johnson, he defined history its broadest sense. അദ്ദേഹം ചരിത്രത്തെ ഒരു ബ്രോഡസ്റ്റ് സെൻസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. as an everything that ever happened. is the broadest sense that everything that ever happened എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ഹെൻറി ജോൺസൺ ആണ്. ദ സയൻസ് ഓഫ് മാൻ ഇൻ ടൈം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാർക്ക് ബ്ലോക്ക്. ഇപ്പോൾ 2026 കൂടി ചോദിച്ചിട്ടുള്ളൂ. സോ അക്കോർഡിംഗ് ടു മാർക്ക് ബ്ലോക്ക്, ഹി ഡിഫൈൻ ഹിസ്റ്ററി ദ സയൻസ് ഓഫ് മാൻ ഇൻ ടൈം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഹിസ്റ്റോറിയോഗ്രാഫി, ഹിസ്റ്റോറിക്കൽ മെത്തേഡുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത ചില ക്വസ്റ്റ്യൻസിലൂടെയും കൂടെ ഒന്ന് കടന്നു പോകാം. പിന്നെ വാട്ട് ഡസ് ദ ടൈം ഒപ്സിറ്റ് മീൻസ്? ഒപ്സിറ്റ് എന്നതുകൊണ്ട് റിസർച്ച് മെത്തഡോളജിയിൽ ഒപ്സിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കില്ലെങ്കിൽ ഒപ്സിറ്റ് എന്ന ടേം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദ സെയിം പ്ലേസ് ആണോ? ഓപ്ഷൻ ബി ദ വർക്ക് സൈറ്റഡ്. ഓപ്ഷൻ സി ദ പ്ലേസ് സൈറ്റഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സോ ദ കറക്റ്റ് ആൻസർ ദ വർക്ക് സൈറ്റഡ് ഈസ് ദി കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ലോക്സിറ്റ് എന്താണ്? ലോക്സിറ്റ് refers to the same work, different pages ആണ്. ഓപ്ഷൻ ബി the same work, same page ആണ്. ഓപ്ഷൻ സി a different work by the same author ആണ്. ഓപ്ഷൻ ഡി none of the above. So the correct answer, the same work, the same page or in the place cited is the correct answer. അപ്പോൾ ലോക്സിറ്റും ഓപ്സിറ്റും ക്ലിയർ ആണല്ലോ. ദെൻ വന്നിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് the age of plant fossili determined by. അതായത് പ്ലാന്റിന്റെ ഫോസിലിന്റെ, അതായത് പ്ലാന്റിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് ഓഫ് പ്ലാന്റ് ഫോസിൽ, പ്ലാന്റ് ഫോസിൽസിന്റെ ഏജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? the age of plant fossil is determined by heraldry ആണോ, paleography? Option C sigillography. Option D paleobotany. So the correct answer, age of plant fossil is determined by paleobotany. അങ്ങനെയാണെങ്കിൽ ഹെറാൾഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹെറാൾഡ്രൈ മീൻസ് ദ സ്റ്റഡി ഓഫ് ഫാമിലി ക്രസ്റ്റ് ആൻഡ് ദ കോഡ്സ് ഓഫ് ദ ആംസിനെയാണ് ഹെറാൾഡ്രൈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു ടേമിനെ നിങ്ങൾ മനസ്സിലാക്കുക. ദ സ്റ്റഡി ഓഫ് ഫാമിലി ക്രസ്റ്റ് ആൻഡ് ദ കോട്ട് ഓഫ് ആംസ് ആണ്. Then paleography എന്ന് പറഞ്ഞാൽ the study of old handwritten documents and writingsനെയാണ് paleography. sigillography എന്ന് പറഞ്ഞാൽ study of stamps and seals ആണ്. ഇപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് numismatic, study of coins ആണ്. നമുക്കറിയാം, ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The End of History and Last Man by ഫ്രാൻസിസ് ഫുക്കിയാമയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ദ ടെക്നിക്സ് ഓഫ് ഫോർമുലേറ്റിംഗ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് ആണോ, ദ ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഓപ്ഷൻ സി ദ ടെക്നിക്സ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ, ദ ടെക്നിക്സ് ഓഫ് സിസ്റ്റമാറ്റിക് അനാലിസിസ്. സോ ദ കറക്റ്റ് ആൻസർ എന്താണ്? ഹ്യൂറിസ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടെക്നിക്സ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇനി നമുക്ക് അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോകാം. ഇനി ഇത് ഇന്റേണൽ ക്രിറ്റിസിസം മെയിൻലി കൺസേൺഡ് വിത്ത്, നമ്മൾ റിസർച്ച് മെത്തഡോളജിയിൽ തന്നെ വരുന്ന മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇന്റേണലും എക്സ്റ്റേണൽ ക്രിറ്റിസിസം, അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റി അതുപോലെ തന്നെ. അപ്പോൾ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് കൺസേൺ ചെയ്യുന്നത്? ദ ഏജ് ഓഫ് പേപ്പർ യൂസർ ആണോ? ഓപ്ഷൻ ബി സിഗ്നേച്ചർ ഓഫ് ദ ഓഥർ. ഓപ്ഷൻ സി truthfulness and credibility of the content. Option D the location of the document. So the correct answer, option C the truthfulness and credibility of the document. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും ഒന്ന് നോക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ലോവർ ക്രിറ്റിസിസം ആണ് അർത്ഥമാക്കുന്നത്. ഇറ്റ് ചെക്സ് ദ ഫിസിക്കൽ പ്രൂഫ് ഓഫ് ഓതന്റിസിറ്റി ഓഫ് ദ സോഴ്സ് ഇറ്റ്സെൽഫ് സച്ച് ആസ് ദ ഏജ് ഓഫ് ദ പേപ്പർ ഇങ്ക്, സിഗ്നേച്ചർ ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഡേറ്റ് ഓഫ് ദ ക്രിയേഷൻ. ഇവയൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഓതന്റിസിറ്റി, നമ്മുടെ പ്രൂഫിന്റെ, നമ്മളെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് വർക്കിന്റെ ഓതന്റിസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഏജ് ഓഫ് ദ പേപ്പർ ഇങ്ക്, സിഗ്നേച്ചർ, ലൊക്കേഷൻ ഓഫ് ദ ഡേറ്റ് ഓഫ് ക്രിയേഷൻ
വേരിയേഷൻ ഒക്കെയാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഹയർ ക്രിറ്റിസിസം ആണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മെന്റൽ ആൻഡ് ഫാക്ച്വൽ വാല്യൂ ഓഫ് ദ ടെക്സ്റ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിന്റെ മെന്റൽ ആൻഡ് ഫാക്ച്വൽ വാല്യൂ ആണ്. ലുക്കിംഗ് അറ്റ് ദ ഓദർ മൈൻഡ് സെറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബയാസസുകൾ ഉണ്ടോ, ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് മേഡ്, അതായത് അദ്ദേഹം എടുത്ത വർക്കിന്റെ ട്രൂത്ത്മെന്റ്സ് അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി ഉണ്ടോ, റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നു. മീനിങ് ഓഫ് ദ ഡേറ്റ ഇൻസൈഡ് ദ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ മീനിങ് എന്താണ്, ഓതന്റിസിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഓൾ ഓഫ് ദീസ് ബിക്കേം ദ പാർട്ട് ഓഫ് ദി റിസർച്ച് മെത്തഡോളജിയുടെ പാർട്ടാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫാക്ട് ഡി നോട്ട് സ്പീക്ക് ഹിംസെൽഫ് ബട്ട് ദ ഹിസ്റ്റോറിയൻ മേക്ക് ദം സ്പീക്ക് ഹൂ സ്റ്റേറ്റഡ് ദിസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത് ആരാണ്? ദ ഫാക്ട് ഡു നോട്ട് സ്പീക്സ് ദംസെൽസ്. ഫാക്ട് അല്ല സംസാരിക്കുന്ന, മറിച്ച് ഹിസ്റ്റോറിയൻ മേക്ക് ദം സ്പീക്ക്, അതിനെ സംസാരിക്കാൻ അനുവദിക്കുന്നത് ചരിത്രകാരനാണ് എന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? E.J. ഹോബ്സ്ബം ആണോ? ഓപ്ഷൻ ബി എഡ്മേർഡ് ബർക്ക് ആണോ? ഓപ്ഷൻ സി J.B. ബറി, ഓപ്ഷൻ ഡി E.H. കാർ. So the correct answer, E.H. Carr is the correct answer. According to E.H. Carr, the fact did not speak themselves, but the historian make them speak. Who stated this? E.H. Carr. Correct answer, E.H. Carr is the correct answer. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ E.H. Carr ആണ്. ഈ ഫേമസ്ലി ആർഗ്യൂഡ് ഇൻ ഹിസ് ഫേമസ് ബുക്ക് വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇൻ ദിസ് ബുക്ക് ഹി സ്റ്റേറ്റഡ് ദാറ്റ് the fact speak only when the historian call on them. ചരിത്രകാരൻ സംസാരിപ്പിച്ചാൽ മാത്രമേ ഫാക്ടിന് സംസാരിക്കാൻ കഴിയൂ, അത് തനിയെ സംസാരിക്കണമെന്നില്ല. ഇറ്റ് ഈസ് ഹി ഹു ഡിസൈഡഡ് ടു which fact to give the floor and in what the order of the context എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ഫാക്ടിലൂടെ കൂടെ ഒന്ന് കടന്നു പോകാം. ഇനി നമുക്ക് കേരള ഹിസ്റ്ററി 3rd യൂണിറ്റ് എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടക്കാം. who reigned in തിരുവിതാംകൂർ saw the invasion of Kerala by the മൈസൂർ സുൽത്താൻ. അതായത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം നടക്കുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഹു റെയിൻ ഇൻ തിരുവിതാംകൂർ, ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറുടെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരി ആരായിരുന്നു? ഹു റെയിൻ ഇൻ തിരുവിതാംകൂർ സോ ദ ഇൻവേഷൻ ഓഫ് ദ കേരള ബൈ ദ മൈസൂരി സുൽത്താൻ. മൈസൂർ സുൽത്താൻമാർ നിങ്ങൾക്കറിയാം, ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഒക്കെ തിരുവിതാംകൂറിൽ ആക്രമണം നടത്തുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ ബി ധർമ്മരാജ, ഓപ്ഷൻ സി റാണി ഗൗരി പാർവതിഭായി, ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ. സോ ദ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം, ആ ഇയർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പിടിക്കേണ്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം. The invasion of Kerala by the Mysore Sultan took place during the reign of the Dharmaraja Maharaja Kartika Tirunal Ramavarma, who ruled in Tiruvidampur from 1758 to 1798. His era faced the direct military pressure from the rulers of the Mysore and Hyderali and his son Tipu Sultan ലേക്ക് ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി മഹാരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1758നും 1798ലും ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. ഹൈദരാലിയുടെ പ്രഷറാണ്. ഹൈദരാലി കോൺകേർഡ് നൈബറിംഗ് മലബാർ ആൻഡ് കൊച്ചിൻ ഡിമാൻഡിംഗ് സബോർഡിനേഷൻ ഫ്രം ദ തിരുവിതാംകൂർ വിച്ച് റെസിസ്റ്റഡ് ആൻഡ് ബിൽറ്റ് ഡിഫെൻസീവ് ഇൽനെസ്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഹൈദരാലിയുടെ ആക്രമണങ്ങൾ എവിടെ നടന്നിട്ടുള്ളത്? നമുക്കറിയാം, മലബാർ ഏരിയസിലും കൊച്ചിൻ ഏരിയസിലൊക്കെ അദ്ദേഹത്തിന്റെ വലിയ ഡിമാൻഡ്സുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള തിരുവിതാംകൂർ കൂടി പിടിച്ചെടുക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ശക്തമായിട്ട് തന്നെ റെസിസ്റ്റ് ചെയ്തു തിരുവിതാംകൂറിലെ ഭരണാധികാരി. റെസിസ്റ്റഡ് ബട്ട് ബിൽറ്റ് ദ ഡിഫെൻസീവ് ലൈൻസുകൾ അതിനുവേണ്ടി പണി കഴിപ്പിച്ചു. ഇനി ടിപ്പു സുൽത്താൻ അറ്റാക്ക്. ഇനി ടിപ്പു സുൽത്താന്റെ ആക്രമണം 1789 ടിപ്പു സുൽത്താൻ ലെഡ് ഡയറക്റ്റ് അസൾട്ട് ഓൺ ദ നോർത്തേൺ ഫ്രോണ്ടിയർ ഓഫ് അതായത് തിരുവിതാംകൂറിന്റെ നോർത്തേൺ ഫ്രോണ്ടിയറിൽ 1789 അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ നടക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലെ, 1789 ടിപ്പു സുൽത്താന്റെ ആക്രമണം നടന്നിട്ടുള്ളത്. അങ്ങനെ 89 അദ്ദേഹം എന്ത് ചെയ്തു? എന്താ പറയുക, 89 ഓവർ പൊളിറ്റിക്കൽ റിഫ്യൂജസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഫ്രോഡ്സുകൾ. അദ്ദേഹം 1789 രാഷ്ട്രീയ അഭയാർത്ഥികളുമായിട്ടുള്ള തർക്കത്തിലുള്ള കോട്ടകളൊക്കെ തന്നെ അദ്ദേഹം കീഴടക്കുകയും അങ്ങനെ 1789 ഡിസംബറിൽ തിരുവിതാംകൂറിന്റെ വടക്കൻ അതിർത്തിയിൽ ടിപ്പു സുൽത്താന്റെ നേരിട്ടുള്ള ആക്രമണം അദ്ദേഹം നടത്തി എന്നാണ് പറയപ്പെടുന്നത് 89. കൂടാതെ ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട നമുക്ക് നോക്കാം. 1789 1790 തിരുവിതാംകൂർ ആർമി ലെഡ് ടു ദിവാൻ രാജ കേശവദാസ്. ദിവാൻ രാജ കേശവദാസിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം നെടുങ്കോട്ട
നെടുങ്കോട്ടയിൽ എന്ത് ചെയ്യും, സക്സസ്ഫുള്ളി റിപ്പിൾഡ് ടിപ്പു സുൽത്താൻ ഫോഴ്സസ് അറ്റ് ദ നെടുങ്കോട്ട ബാരിയർ ലൈൻ. നെടുങ്കോട്ട ബാരിയർ ലൈനിൽ ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ വിജയകരമായി പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു. ആർക്ക് കഴിഞ്ഞു? രാജാ കേശവ്. അതായത് തിരുവിതാംകൂറിലേക്ക് ടിപ്പു സുൽത്താൻ ഡയറക്ട്ലി അറ്റാക്ക് നടത്താതെ അവരെ പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിച്ചത് രാജാ കേശവദാസിന്റെ സൈന്യമായിരുന്നു. അങ്ങനെ നടന്നൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട. ചോദിക്കാം 1789 1790-കളിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ. Then ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ തിരുവിതാംകൂർ റൂളർ ഹൂ സ്റ്റോപ്പ്ഡ് ദ ഈവിൽ കസ്റ്റം ഓഫ് ദ ശുചീന്ദ്രം കൈമുക്ക് ദ ഓർഡർ ഓഫ് ബോയിലിംഗ് ഗീ. അതായത് ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കസ്റ്റം, ഈവിൽ കസ്റ്റംസിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വന്നിട്ട് ഉത്രം തിരുനാൾ, ഓപ്ഷൻ ബി വന്നിട്ട് ആയില്യം തിരുനാൾ, ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. സോ ദ കറക്റ്റ് ആൻസർ സ്വാതി തിരുനാൾ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോ ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെടുന്ന ഈവിൽ കസ്റ്റംസിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരി സ്വാതി തിരുനാളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് നോക്കി പോകണം. ഏത് വർഷമാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദ തിരുവിതാംകൂർ റൂളർ ഹൂ സ്റ്റോപ്പ്ഡ് ദ കസ്റ്റം ഓഫ് ശുചീന്ദ്രം കൈമുക്ക് വാസ് സ്വാതി തിരുനാൾ. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെടുന്ന ഈവിൽ കസ്റ്റംസിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആരാണ്? സ്വാതി തിരുനാളാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ കസ്റ്റം ആൻഡ് ഓൾഡർ ട്രയൽ ബൈ ഓർഡർ വേർ ദ അക്യൂസ്ഡ് നമ്പൂതിരി മെൻ ഹാഡ് ടു ഡിപ്പ് ദെയർ ഹാൻഡ് ബൈ ബോയിലിംഗ് ഗീ അറ്റ് ദ ശുചീന്ദ്രം ടെമ്പിൾ ടു പ്രൂവ് ദെയർ ഇന്നസെൻസ്. അവരുടെ നിഷ്കളങ്കത തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുന്നത് നമ്പൂതിരി സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? എ ഓൾഡ് ട്രയൽ ഓർഡർ വേർ ദ അക്യൂസ്ഡ് നമ്പൂതിരി മെൻ, അതായത് ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട നമ്പൂതിരി മെൻസ് എന്ത് ചെയ്യണം? ഹാഡ് ടു ഡിപ്പ് ദെയർ, അവരുടെ ഹാൻഡ് ബോയിലിംഗ് ഗീയിലേക്ക് മുക്കി വെക്കണം. ടെമ്പിൾ ടു പ്രൂവ് ദെയർ, അവരുടെ ഇന്നസെൻസി നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സത്യസന്ധത നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ആചാരമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. അപ്പൊ ഈ ഒരു ആചാരത്തെയാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറ്റാരോപിതനായി നമ്പൂതിരിമാർ എന്ത് ചെയ്യണം? പുരുഷന്മാർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തിളച്ച നെയ്യിലാണ് കൈമുക്കി വെക്കേണ്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആചാരത്തെ സ്വാതി തിരുനാൾ രാമവർമ്മ റെയിൻ ഫ്രം അദ്ദേഹത്തിന്റെ ഒരു കാലാവധി അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് 1813-ലും 1846-നും ഇടയിലായിരുന്നു. അങ്ങനെ ഇതിന്റെ ഇടയിലാണ് ഈ ഗവേൺഡ് ഡയറക്ട്ലി ഫ്രം 1829. അങ്ങനെ 1829-ലായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെടുന്ന ഈവിൽ കസ്റ്റംസിനെ ബാൻ ചെയ്തിട്ടുള്ളത്. ദ ആക്ഷൻ ഈ ബാൻഡ് ഈസ് ക്രൂവൽ ആൻഡ് അൺസയന്റിഫിക് പ്രാക്ടീസ് ഡ്യൂറിംഗ് ദ പ്രോഗ്രസീവ് അഡ്മിനിസ്ട്രേഷൻ സമയത്ത് അതേ എന്ത് ചെയ്തു? ബാനഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏകദേശം 3 യൂണിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോയി. ഇനി നമുക്ക് 5ാമത്തെ യൂണിറ്റ് ആണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇവിടെ വന്നിട്ട് ഓഗസ്റ്റ് ഓഫർ ക്രിപ്സ്, നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വെവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടും തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓഗസ്റ്റ് ഓഫർ ഏത് വർഷമാണ് നടന്നത്. അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ, വെവൽ പ്ലാന്, ക്യാബിനറ്റ് മിഷൻ. ഇനി ഓഗസ്റ്റ് ഓഫർ വന്നിട്ട് 1940 ആണ്, ക്രിപ്സ് മിഷൻ വന്നിട്ട് 1942 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഏതാ? ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് ഓഫർ 1940 അത് ആരുടെ സമയത്താണ്? ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ദ ലോർഡ് ലിൻലിത്ത്ഗോയുടെ സമയത്താണ് ഓഗസ്റ്റ് ഓഫർ നടപ്പിലാക്കിയത്. ക്രിപ്സ് മിഷൻ 1942 ആണ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. വെവൽ പ്ലാൻ വന്നിട്ട് അനൗൺസ് ചെയ്ത ഷിംല കോൺഫറൻസിന്റെ സമയത്ത് 1945 ജൂലൈ മാസത്തിൽ. ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് 1946-ലാണ് സെന്റ് ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ 1946. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഡി അല്ലേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് 1946 ആണ്. ഓക്കെ, നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മൾ പിന്നും ഏൻഷ്യന്റ്, നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ഇന്ത്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് കടന്നു പോകാം. ഹു എമംഗ് ദ ഫോളോയിങ് ഫോറിൻ ട്രാവലർ മെൻഷൻഡ് അബൌട്ട് ദ ദേവദാസി സിസ്റ്റം ഇൻ വിജയനഗര എംപയർ. അവിടെ വിജയനഗര എംപയറിലെ ദേവദാസി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വിജയനഗര എംപയറിലെ ദേവദാസി സിസ്റ്റത്തെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള വിദേശിയായ സഞ്ചാരി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നിക്കോള ഡി കോണ്ടി, ഓപ്ഷൻ ഡി ഫെർനാനോ ന്യൂനിസ്, ഓപ്ഷൻ
സി വന്നിട്ട് ഡോമിംഗോ പൈസ്, ഓപ്ഷൻ 4 വന്നിട്ട് അബ്ദുൾ റസാഖ്. സോ ദ കറക്റ്റ് ആൻസർ. അപ്പോൾ വിജയനഗര എംപയറിലെ എന്താ പറയുന്നത്, വിജയനഗര എംപയറിലെ ദേവദാസി സിസ്റ്റത്തെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ ട്രാവലർ ആരായിരുന്നു? ഡോമിംഗോ പയസ് ആണ്. ഇവരെല്ലാം വിജയനഗര എംപയറിന്റെ കാലഘട്ടത്തിൽ വന്നവരാണ്. പക്ഷെ ആ ഒരു ടൈമിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ നിക്കോള ഡി കോണ്ടി എന്നാണ് വന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇറ്റാലിയൻ മെർച്ചന്റ് ആൻഡ് വിസിറ്റഡ് എർലിയർ അറൌണ്ട് 1420 അദ്ദേഹം വന്നത് സിയിൽ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ ദേവരായ ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ. ഈസ് ഒബ്സർവേഷൻ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ദ പ്രിലവൻസ് ഓഫ് സ്ലേവറി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും നിരീക്ഷിച്ച അടിമക്കച്ചവടം ഇവിടെ നിലനിന്നിരുന്നു. ദ സിറ്റി ആർക്കിടെക്ചറിനെ കുറിച്ചും കറൻസിയെ കുറിച്ചും ലോക്കൽ ഫെസ്റ്റിവൽസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഒബ്സർവേഷൻ നടത്തിയിരുന്നു. ഇനി ഫെർണാനോ നൂനിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെർണാനോ നൂനിസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പോർച്ചുഗീസ് ക്രോണിക്കലർ ആയിരുന്നു. ഹു വിസിറ്റഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ അച്യുത ദേവരായയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തത്. ഈ റിക്കോർഡഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് സതി ആൻഡ് പോളിഗമിയെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? റെക്കോർഡ് ചെയ്തിരുന്നു. ആൻഡ് ഫേമസ്ലി നോട്ടഡ് ദാറ്റ് വിമൻ വെയർ സ്കിൽഡ് ഇൻ ദ പ്രൊഫഷണൽ റോൾസ് ലൈക്ക് റെസലിംഗ് ആൻഡ് ആസ്ട്രോളജി ആൻഡ് ബുക്ക് കീപ്പിംഗ് റാദർ ദാൻ റൈറ്റിംഗ് പ്രൈമർലി ഓൺ ദ ദേവദാസി സ്ട്രക്ചർ. കൂടാതെ അച്യുത ദേവരായരുടെ ഭരണകാലത്ത് സന്ദർശിച്ച ചരിത്രകാരൻ എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു? സതിയെ കുറിച്ചും പോളിഗമിയെ കുറിച്ചും ഒക്കെ തന്നെ വളരെയധികം വ്യക്തമായിട്ട് ഒബ്സർവേഷൻ നടത്തിയിരുന്നു. ഈ ഫേമസ്ലി നോട്ടഡ് ദാറ്റ് വിമൻ വെയർ സ്കിൽഡ് ഇൻ പ്രൊഫഷണൽ റോൾസ് ലൈക്ക് റെസലിംഗ് ആൻഡ് അസ്ട്രോളജി ആൻഡ് ബുക്ക് കീപ്പിംഗ് റാദർ ദാൻ റൈറ്റിംഗ് ആൻഡ് പ്രൈമർലി ദ ദേവദാസി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് ഫെർണാണ്ടോ നൂനിസിൽ നിന്നാണോ? അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണമേ. ദേവദാസി സിസ്റ്റത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തത് ഡോമിംഗോ പയസ് ആണ്. പക്ഷെ ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? ഇവിടെ സതിയെ കുറിച്ചും പോളിഗമിയെ കുറിച്ചും പറഞ്ഞു പോയിട്ടുള്ളത് ഫെർണാണ്ടോ നൂനിസ് ആണെങ്കിലും കൂടാതെ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്? റെസലിംഗിനെ കുറിച്ച് എന്താ പറയുന്നത്? അസ്ട്രോളജി, ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചും ഒക്കെ തന്നെ വിമൻസ് എൻഗേജ്ഡ് ഇൻ ദി സ്കിൽഡ് ആയിട്ടുള്ള വിമൻസ് ഉണ്ടായിരുന്നു. അവർ പ്രൊഫഷണൽ റോൾസിലൊക്കെ റെസലിംഗിലും അസ്ട്രോളജിയിലും ബുക്ക് കീപ്പിങ്ങിലും ഒക്കെ തന്നെ അഗ്രഗണ്യരായിരുന്നു ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. തെറ്റിപ്പോരില് അത് ചോദിക്കാം. ഇനി അബ്ദുൾ റസാഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവരായയുടെ കാലഘട്ടത്തിലായിരുന്നു. ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലായിരുന്നു അബ്ദുൾ റസാഖ് വിജയനഗര എംപയർ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്രാവലോഗ് ഫോക്കസ് ഇന്റൻസീവ്ലി ഓൺ ദ ഗാർണർ 7 ലേയേർഡ് ഫോർട്ടിഫിക്കേഷൻ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹംപി. ഹംപിയുടെ 7 പാളുകളുള്ള കോട്ടകൾ നിർമ്മിച്ചിട്ടുള്ളതായിട്ടും സൈനിക ഭരണത്തിൽ വളരെ തീവ്രമായ ശക്തമായ ഒരു സൈനിക ഭരണം നിലനിന്നിരുന്നതായിട്ടും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ 7 ലേയേർഡ് ഫോർട്ടിഫിക്കേഷൻ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് തെളിവ് നൽകുന്നത് ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്ത അബ്ദുൾ റസാഖിന്റെ യാത്രാ വിവരണങ്ങളിലൂടെയാണ്, ട്രാവലോഗിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ 4 ഓപ്ഷൻസുകളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ. And which of the following inscription of Gupta age does not belong to the Skandagupta? അതായത് സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ അല്ലാത്ത, അതായത് ഒരു ഗുപ്ത കാലഘട്ടം തന്നെ, പക്ഷെ which of the following inscription of Gupta age do not belong to the സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെടാത്ത ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് കടന്നു പോകാം. സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട്? ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആണോ, ഏറാൻ സ്റ്റോൺ പില്ലർ ആണോ, ഇൻഡോർ കോപ്പർ പ്ലേറ്റ് ആണോ, ബൈത്രി പില്ലർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഗുപ്ത കാലഘട്ടത്തിലെ സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ അല്ലാത്ത ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ദ കറക്റ്റ് ആൻസർ ഏറാൻ സ്റ്റോൺ പില്ലർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഏറാൻ പില്ലർ സ്റ്റോൺ ഡസ് നോട്ട് ബിലോങ് ടു സ്കന്ദഗുപ്ത ഡിപ്പെൻഡിങ് on the specific pillar or context of the Iran society. It is primarily associated with സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് ഏറാൻ. ഇറ്റ് ഈസ് ഡീറ്റെയിലിംഗ് ദ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് വി ഗെറ്റ് ഫ്രം ദിസ് ഇൻസ്ക്രിപ്ഷൻ. ഓർ ദ ലേറ്റർ ഗുപ്ത റൂളർ ബാണഗുപ്ത ഡേറ്റഡ് 510 CE famously recording the earliest epigraphic evidence of the Sati system. കൂടാതെ earliest epigraphy of the Sati system കുറിച്ചും നമുക്ക് ഇവിടെ നിന്ന് ഏറാൻ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തെളിവുകൾ ലഭ്യമാകുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? അതും ഈ ഏറാൻ ഇൻസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ വേറെ ചില വീഡിയോസുകൾ ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഞാൻ ഏറാൻ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സതി സമ്പ്രദായത്തിന്റെ ആദ്യകാല എപ്പിഗ്രാഫിക്കൽ തെളിവുകൾ നമുക്ക് ലഭ്യമാകുന്നതും ഏറാൻ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നും ഒരിക്കൽ കൂടി ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു. ഇത് വളരെ എളുപ്പപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി ഗദ്ദാർ പാർട്ടി, മിത്രമേള, ഹോം റൂൾ ലീഗ്. അതിൽ ഇന്ത്യൻ നാഷണൽ ആർമി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ്. ഗദ്ദാർ പാർട്ടി ആരാണ്? ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. മിത്രമേള VD സവാർക്കർ. ഹോം റൂൾ ലീഗ് ആനി ബസന്റ് ആണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഇന്ത്യൻ നാഷണൽ ആർമി എ വന്നിട്ട് 2 A2 കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് കടന്നു കഴിഞ്ഞു. A2 വേറൊന്നുമില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. B1 അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നോക്കാം, ഇന്ത്യൻ നാഷണൽ ആർമി ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. പിന്നെ ഒറിജിനലി ഇൻവിഷൻഡ് ബൈ ദ മോഹൻ സിംഗ് ആണ് ആദ്യമായിട്ട് ഇതിനെ ഒറിജിനലി ഇൻവിഷൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദി ഇന്ത്യൻ നാഷണൽ ആർമി വാസ് ഫേമസ്ലി റിവൈവ്ഡ് ചെയ്തിട്ടുള്ളതും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതും മാത്രമാണ് സുഭാഷ് ചന്ദ്രബോസ്. അത് ബോസ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ 1943. പക്ഷേ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇനി ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ആണ് ഗദ്ദാർ പാർട്ടി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് 1930 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബൈ ദി ഇന്ത്യൻ എമിഗ്രൻസ് വിത്ത് ലാലാ ഹർദയാൽ ദ സെർവിംഗ് ആസ് വൺ ഓഫ് ദ പ്രോമിനന്റ് ഫൗണ്ടിംഗ് ലീഡർ ആൻഡ് ഓർഗനൈസർ. ഇനി മിത്രമേള സംഘടിപ്പിച്ചത് VD സവർക്കർ ആണ്. മിത്രമേള വാസ് എ സീക്രട്ട് റെവല്യൂഷണറി സൊസൈറ്റി സ്റ്റാർട്ടഡ് ബൈ ദ വിനായക് ദാമോദർ സവാർക്കർ ആൻഡ് ഹിസ് ബ്രദർ ഗണേഷ് സവാർക്കർ നാസിക് ഇൻ 1899. ആ ഇയർ ഒന്ന് നോക്കിക്കോണമേ, ഇല്ലെങ്കിൽ അവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ഹോം റൂൾ ലീഗ് ആനി ബസന്റ് ലോഞ്ച്ഡ് ദ ഹോം റൂൾ ലീഗ് ഇൻ മദ്രാസ് ഇൻ സെപ്റ്റംബർ 1960. ദ ക്യാമ്പയിൻ ഫോർ ദ സെൽഫ് ഗവൺമെന്റ്, ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന അവകാശത്തോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുന്നത്, ബാലഗംഗാധര തിലകനും ആനി ബസന്റും ചേർന്നിട്ടാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയിരിക്കുകയാണ്. യോഗസൂത്ര. ഇവിടെ നിങ്ങൾ തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് നിങ്ങൾ നോക്കണം, നോട്ട് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടില്ലാത്തത്. യോഗസൂത്ര, പഞ്ചസിദ്ധാന്തിക, മൃച്ഛകടികാരം, അഷ്ടാംഗ ഹൃദയം. യോഗസൂത്ര പതഞ്ജലി ശരിയാണോ? ശരി തന്നെയാണ്. പഞ്ചസിദ്ധാന്തിക വരാഹമീരൻ തന്നെയാണ്. മൃച്ഛകടികാരം ശൂദ്രകൻ തന്നെയാണ്. അഷ്ടാംഗ ഹൃദയം ആര്യഭടനാണോ? അല്ല, ആര്യഭടനല്ല. ഇത് തെറ്റായതാണ്. സോ ദ കറക്റ്റ് ആൻസർ നോക്കൂ. പിന്നെ യോഗസൂത്ര പതഞ്ജലി, പഞ്ചസിദ്ധാന്തിക വരാഹമീരൻ, മൃച്ഛകടികാര ശൂദ്രകൻ, അഷ്ടാംഗ ഹൃദയം വാഗ്ഭടനാണ്, ആര്യഭട്ടയല്ല. മറിച്ച് ആരാ? വാഗ്ഭടന്റെ ആണ് അഷ്ടാംഗ ഹൃദയം. ഇത് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടാം, ഒന്ന് നോക്കി പോകാം. ഇത് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സിഖ് ഗുരു ഹു കംപ്ലീറ്റ് എടുത്ത കോമ്പിലേഷൻ ആദി ഗ്രന്ഥം. ആദി ഗ്രന്ഥത്തിന്റെ കോമ്പിലേഷൻ നടത്തിയ, കംപ്ലീറ്റഡ് ആയിട്ട് ക്രോഡീകരണം നടത്തിയ സിഖ് ഗുരു ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ട്. ഗുരു അംഗാദ് ആണോ? ഗുരു തേജ് ബഹാദുർ ഓപ്ഷൻ ബി. ഗുരു അർജുൻ ദേവ് ആൻഡ് ഓപ്ഷൻ ഡി ഗുരു ഹർഗോവിന്ദ്. കറക്റ്റ് ആൻസർ ഗുരു അർജുൻ. ഇത് 2026 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2026 മാത്രമല്ല കുട്ടികളെ, 2025 ഇതിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മുതലേ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നന്നായിട്ട് പഠിച്ചു പോകണമെന്ന് എപ്പോഴും പറയും. അപ്പൊ നിങ്ങളന്ന് അത് വിട്ടുപോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആൻസർ കിട്ടാൻ വലിയ വഴി കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ 10 സിഖ് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒന്ന് പഠിച്ചു പോകുന്നത് വളരെ നന്നായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് സിഖ് ഗുരു എന്നറിയപ്പെടുന്ന ആര്? ഗുരു നാനാക്ക് ആണ്. 1469 to 1513 ആണ് ഫൗണ്ടർ ഓഫ് ദ സിഖിസം. ഈ ടോട്ട് ഈക്വാലിറ്റി ഓൺനെസ് ഓഫ് ദ ഗോഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ സ്റ്റാർട്ടഡ് ദ ഫ്രീ കിച്ചൺ, ലാംഗർ സിസ്റ്റത്തിന് തുടക്കം കുറിച്ച്, ഫ്രീ കിച്ചൺ ആയിട്ടുള്ള ലാംഗർ സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ആദ്യത്തെ സിഖ് ഗുരുവായിരുന്ന നമ്മുടെ ഗുരു നാനാക്ക് ആയിരുന്നു. ലാംഗർ സിസ്റ്റം ചിലപ്പോൾ ചോദിക്കും. ഇനി ഗുരു അംഗാദ് 1504 to 1552 ആണ് ക്രിയേറ്റഡ് ദ ഗുരുമുഖി സ്ക്രിപ്റ്റിനെ ആദ്യം റൈറ്റിംഗ് ഇൻ പഞ്ചാബി ഭാഷയിലെ ഗുരുമുഖി സ്ക്രിപ്റ്റിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗുരു അംഗാദ്. അംഗം വച്ചല്ലേ സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന് പഠിച്ചെടുക്കാൻ മറക്കില്ല. ഗുരു അമർദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് 1479 to 1574 ആണ്. ഈ ഫോർട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് ബയാസ്, ഇതിനെയും വെയിൽ സിസ്റ്റത്തിനെതിരെയൊക്കെ തന്നെ പടം നയിച്ചൊരു വ്യക്തിയായിരുന്നു ഗുരു അമർദാസ്. ഈ സെറ്റ് അപ്പ് ഈക്വാലിറ്റി റൂളേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഡൈനിങ്. അദ്ദേഹമാണ് സമത്വത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി ഡൈനിങ് നടത്തിയത് ആരായിരുന്നു? അല്ലെ, കമ്മ്യൂണിറ്റി ഡൈനിങ് നടത്തിയത് ഗുരു അമർദാസ് ആയിരുന്നു. ഗുരു അമർദാസ്, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ കമ്മ്യൂണിറ്റി ഡൈനിങ് അതായത് സമൂഹത്തിലെ സമത്വത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഡൈനിങ് നടത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഗുരു അമർദാസ്, മറക്കരുത്. ഇനി ഗുരു രാംദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1534 to 1581 ആണ്. ഈ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഹോളി സിറ്റി, അമൃതസർ സിറ്റിയുടെ അതായത് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. ഗുരു അർജുനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരു അർജുനെ കുറിച്ച് പറയാൻ നമ്മൾ പറഞ്ഞ അർജുൻ ദേവനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയ ഗുരുമുഖി സ്ക്രിപ്റ്റ് അല്ലേ, അദ്ദേഹമാണ് എന്ത് ചെയ്ത് ആദി ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചത്. ഗുരുമുഖി സ്ക്രിപ്റ്റ് അല്ല, ഗുരുമുഖി സ്ക്രിപ്റ്റ് ആരാണ്? അത് അംഗാദാണ് ഗുരുമുഖി സ്ക്രിപ്റ്റ്. ഇനി അർജുൻ ദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദി ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചത് അല്ലേ നമ്മൾ പറഞ്ഞു. ഈ ബിൽഡ് ദ ഗോൾഡൻ ടെമ്പിൾ, ഹർമന്ദിർ സാഹിബ് പണി കഴിപ്പിച്ചതും അത് തെറ്റിപ്പോലെ അതും അർജുൻ ദേവാണ്. ഈ കമ്പൈൽഡ് ദ ഇയർലി സിഖ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ആദി ഗ്രന്ഥം, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വന്നിട്ട് അങ്ങനെയല്ലേ. ആദി ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചത് ഗുരു അർജുൻ ദേവ്. കൂടാതെ അദ്ദേഹവുമായിട്ട്
ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റും കൂടാണ് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു പോയത്. അതെന്താ പറഞ്ഞത്? ആ ഗോൾഡൻ ടെമ്പിൾ, ഈ ബിൽഡ് ദ ഗോൾഡൻ ടെമ്പിൾ, ഹർമന്ദിറിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇനി ഒരു പിന്നെ ഹർഗോവിന്ദയെ കുറിച്ച് പറയുകയാണ്. ഈ ആഡഡ് ദ മിലിറ്ററി ആൻഡ് പ്രൊട്ടക്റ്റീവ് സൈഡ് ടു ദ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ആർമിക്ക് തുടക്കം കുറിച്ചു. ബിൽഡിംഗ് എന്താ പറയുന്നത്, അഖാൽ തഖാത്ത് എന്നറിയപ്പെടുന്ന ഒരു മിലിറ്ററി സിസ്റ്റത്തിന് തുടക്കം കുറിച്ചതും ഗുരു ഹർഗോവിന്ദ് എന്നായിരുന്നു. മനസ്സിലായിട്ടുണ്ടോ? അഖൽ തഖത്ത് എന്നറിയപ്പെടുന്ന അവരുടെ മിലിറ്ററി എന്താ പറയുന്നത്, മിലിറ്ററി സമ്പ്രദായത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്ററി ബിൽഡിങ്ങിന് തുടക്കം കുറിച്ചതും ആ മിലിറ്ററി ബിൽഡിങ്ങിന്റെ പേര് ചോദിക്കാം. അഖൽ തഖത്തിന്റെ തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഗുരു ഹർറായി ആണ്. ഈ ക്രിയേറ്റ് ദ ഡീപ്ലി ദ പീസ് നാച്ചുർ ആൻഡ് ഹീലിംഗ് ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഹീലിംഗ് ഹോസ്പിറ്റൽസുകളൊക്കെ, അതായത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഹീലിംഗ് ഹോസ്പിറ്റൽ, ഈ ക്രൈഡ് ദാറ്റ് ഡീപ്ലി ഫോർ പീസ് നാച്ചുർ ആൻഡ് ഹീലിംഗ് ഹോസ്പിറ്റൽ, ഒരുപാട് ഹീലിംഗ് ഹോസ്പിറ്റൽ, അതായത് പൊതുജനങ്ങളുടെ സേവനത്തിനായിട്ട് ഒരുപാട് ഹീലിംഗ് ഹോസ്പിറ്റലുകളൊക്കെ പണി കഴിപ്പിച്ച് ഗുരു ഹർ റായി ആണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 630 to 661 ആണ്. മനസ്സിലായിട്ടുണ്ട്? അത് ആരായിരുന്നു പറഞ്ഞു? ഗുരു റായ്. അതായത് സമാധാനം, രോഗശാന്തി എന്നൊക്കെ വേണ്ടിയിട്ട് ഹീലിംഗ് ഹോസ്പിറ്റലുകളൊക്കെ അദ്ദേഹം പണി കഴിപ്പിച്ചു. അടുത്ത ഗുരു ഹർകിഷൻ ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 5ാമത്തെ വയസ്സിൽ തന്നെ ഒരു സിഖ് ഗുരുവായ, വളരെ ചെറിയൊരു സിഖ് ഗുരു കൂടിയായിരുന്നു ഗുരു ഹർകിഷൻ. എങ്കിൽ തന്നെയും ഈ ഹെൽപ്ഡ് ദ പീപ്പിൾ ഡ്യൂറിംഗ് ദ സ്മാൾ പോക്ക് ഔട്ട് ബ്രേക്ക്, അതായത് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ 650-664 കാലഘട്ടത്തിൽ പഞ്ചാബിൽ ആകമാനം തന്നെ ഒരു സ്മാൾ പോക്സ് എന്താ പറയുന്നത്, സ്മാൾ പോക്സ് നിലവിൽ വന്ന ആ ഒരു കാലം, ഇത്തരത്തിലുള്ള ഡിസീസുകൾ വന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി ജനങ്ങളെ പിടിച്ചു നിർത്തുന്നതും അവയ്ക്കെതിരെ ആളുകളെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സിഖ് ഗുരു എന്നറിയപ്പെടുന്ന ഗുരു ഹർകിഷൻ, മറക്കരുത്. അടുത്ത ഗുരു തേജ് ബഹാദൂറിനെ കുറിച്ച് പറയാണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 621 to 675 ആണ്. ഈ സാക്രിഫൈസ് ഈസ് ലൈഫ് ടു പ്രൊട്ടക്ട് റിലീജിയസ് ഫ്രീഡം ഓഫ് അതേഴ്സ്. അദ്ദേഹം എന്താ പറയുന്നത്, തന്റെ മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു സിഖ് ഗുരുവായിരുന്നു ഗുരു തേജ് ബഹാദൂർ. ഹിസ് പീരീഡ് ഈസ് 621 to 675. ഇനി ലാസ്റ്റ് 10ാമത്തെ സിഖ് ഗുരുവിനെയാണ് നോക്കുന്നത്. ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. 666 to 1708 ആണ്. ഈ ക്രിയേറ്റ് എടുത്ത കൽസ സിസ്റ്റം, ഒരു വാരിയർ സൈന്റ് കമ്മ്യൂണിറ്റി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതാണ് കൽസ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. 699 ആൻഡ് നേംഡ് ദ ഹോളി ബുക്ക് ആസ് ദ നെക്സ്റ്റ് ഗുരു. 1699 കൽസ അല്ലെങ്കിൽ യോധ സന്യാസി സമൂഹത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 10 സിഖ് ഗുരുക്കന്മാരെയും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താ പറയുന്നത്, സിൻസിലാസുകളെ കുറിച്ചിട്ടാണ്. അതായത് ചിസ്തി സിൻസില. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിൻസിലാസുകളെ കുറിച്ച് നിങ്ങൾ നോക്കി പോകണം. അതിൻ്റെ അകത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് സൂഫി സിൻസിലാസുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ചിസ്തി സിൻസില വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ. ഇന്ത്യയിൽ ചിസ്തി സിൻസില ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സൂഫി സിൻസിലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാന് ചാൻസുകൾ കൂടുതൽ കേട്ടോ. അപ്പൊ നിസാമുദ്ദീൻ ചിസ്തി ആണോ? ബക്തിയാർ കാക്കി ഓപ്ഷൻ സി. ഹമുദുദ്ദീൻ നാഗൂരി ചിസ്തി, ഓപ്ഷൻ ഡി. ഖ്വാജ മൊയ്തീൻ. സോ ദ കറക്റ്റ് ആൻസർ. അപ്പൊ ചിസ്തി സിൻസില ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഖ്വാജ മൊയ്തീൻ ആണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെയും കൂടി ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ചിസ്തി ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അബു ഇഷാഖ് ആണ്. എവിടാണ്? അബു ഇഷാഖ് ഷാമി ഇൻ ചിസ്തി, അഫ്ഗാനിസ്ഥാനിലാണ്. ഇറ്റ് ഈസ് പോപ്പുലറൈസ്ഡ് ഇൻ ഇന്ത്യ ബൈ ഖ്വാജ മൊയ്തീൻ ചിസ്തി ആണ് ഇന്ത്യയിൽ നോൺ ദ മ്യൂസിക്, ഖവാലി മ്യൂസിക്കിനൊക്കെ തുടക്കം കുറിച്ചു, ആൻഡ് യൂണിവേഴ്സൽ ലവ്. ഓക്കെ. ഇനി ഖ്വാദരി ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൗണ്ടഡ് ബൈ ദ അബ്ദുൽ ഖാദർ ഗിലാനി ഓർ ജിലാനി ഇൻ ബാഗ്ദാദിലാണ്. ഇറാഖ് വൺ ഓഫ് ദ മോസ്റ്റ് വിഡിസ്പെയർഡ് ഓർഡർ, ഗ്ലോബലി തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വിഡിസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് ഖ്വാദരി ഓർഡർ എന്നറിയപ്പെടുന്നത്. ദെൻ സുഹർവർത്തി ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പൊ ഈ രണ്ടിനെ മനസ്സിലായിട്ടുള്ള ഖ്വാദരി ഓർഡർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ സുഹർവർത്തി ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരായിരുന്നു? ഫൗണ്ടഡ് ബൈ അബു നജീബ് അസ് സുഹർവർത്തി ആൻഡ് എക്സ്പാൻഡഡ് ബൈ ദ എന്താ പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന്? ഷിഹാബുദ്ദീൻ സുഹർവർത്തി ആണ് ഇന്ത്യയിൽ വിപുലീകരിച്ചത്. ശ്രദ്ധിക്കുക, ആ പേര് നോക്കുക. ഷിഹാബുദ്ദീൻ സുഹർവർത്തി ഇൻ ബാഗ്ദാദിലെ ഷിഹാബുദ്ദീൻ സുഹർവർത്തി ആണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻ ഇന്ത്യ ബൈ. ഇനി ഇന്ത്യയിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഷേഖ് ബഹാബുദ്ദീൻ സക്കറിയ. ആ പേര് ഒരിക്കലും മറക്കല്ല. ഇപ്പോൾ നടന്ന UGC നെറ്റ് എക്സാമിനേഷൻ ചോദിച്ചിരുന്നു. ഷേഖ് ബഹാബുദ്ദീൻ സക്കറിയാണ് ഇന്ത്യയിൽ സഹർവർത്തി ഓർഡറിനെ
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം ഇവിടെ നമ്മൾ ഫൗണ്ടറും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി നക്ഷബന്ദി ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരായിരുന്നു? നക്ഷബന്ദി ഓർഡർ ട്രേസ്ഡ് ബാക്ക് ടു ദി ഇയർലി മാസ്റ്റേഴ്സ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ ദ ബഹാവുദ്ദീൻ നക്ഷബന്ദി ഇൻ തുർക്കിസ്ഥാൻ, നോൺ ഫോർ ഇറ്റ്സ് സൈലന്റ് റിമംബറൻസ് ദിക്കർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൈലന്റ് റിമംബറൻസിനെ വിളിക്കുന്ന പേര് ദിക്കറുകൾ എന്നാണ്. ആൻഡ് ദ സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ഓഫ് ഇസ്ലാമിക് ലോ, ഇസ്ലാമിക് ലാസുകളെ കൃത്യമായിട്ട് നിശിതമായിട്ട് പിന്തുടർന്നു കൊണ്ടുപോയ ഒരു സന്യാസി വര്യന്മാർ കൂടിയാണ് നക്ഷബന്ദി ഓർഡേഴ്സ് എന്നറിയപ്പെടുന്നത്. നോൺ ഫോർ ദി സൈലന്റ് റിമംബറൻസിനെ അറിയപ്പെടുന്ന പേര് ദിക്കർസുകളാണ്. ആൻഡ് സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ഓഫ് ഇസ്ലാമിക് ലോയെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു വിഭാഗക്കാരാണ്. ഇനി വന്നിട്ട് ഷാദിലി ഓർഡറിനെ കുറിച്ചിട്ടാണ്. ഈ ഫൗണ്ടഡ് ബൈ അബ്ദുൽ ഹസൻ ആഷാ ഷാദിലി. അബ്ദുൽ ഹസൻ ആഷാ ഷാദിലി സ്ഥാപിച്ചതായിരുന്നു. ഇത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള ഒരു ഓർഡർ കൂടിയായിരുന്നു എന്തെന്നറിയപ്പെടുന്ന ഷാദിലി ഓർഡർ. അപ്പൊ നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട ഖോജ മൊയ്തീൻ ചിസ്തിയാനി ചിസ്തി സിൽസില ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഷിഹാബുദ്ദീൻ ഷഹർവർത്തി ആണ് എന്താണെന്നറിയപ്പെടുന്നത് ഷുഹർവർത്തി ഓർഡറിന്റെ ഫൗണ്ടർ എങ്കിലും ഇന്ത്യയിൽ ബഹാബുദ്ദീൻ സക്കറിയ മറക്കല്ലേ. ഇനി അതുപോലെ തന്നെ ഖോദരി ഓർഡർ ഷേഖ് അബ്ദുൽ ഖാദർ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. നക്ഷബന്ദി ഓർഡർ ആണെങ്കിൽ ഖോജൽ ബഹാബുദ്ദീൻ നക്ഷബന്ദി ആണ് അതിന്റെ സ്ഥാപകൻ. അതിന് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഷേഖ് അഹമ്മദ് ഷിർഹിന്ദി, മറക്കാതിരിക്കുക. ഫിർദൌസി ഓർഡർ ആണെങ്കിൽ ഷേഖ് ബദറുദ്ദീൻ സമർഖണ്ഡിയാണ്. ബദറുദ്ദീൻ സമർഖണ്ഡി, ശ്രദ്ധിക്കുക. ഫിർദൌസി ഓർഡറിനെ ഫൗണ്ടർ ചെയ്തിട്ടുള്ളത് ആരാണ്? ഷേഖ് ബദറുദ്ദീൻ സമർഖന്ദി ആണ്. എങ്കിൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷേഖ് ഷറഫുദ്ദീൻ യഹിയ മനീരി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫിർദൌസി ഓർഡറിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ഷേഖ് ഷറഫുദ്ദീൻ യഹിയ മനീരി. ഷേഖ് ഷറഫുദ്ദീൻ യഹിയ മനീരി. അപ്പൊ നന്നായി നോക്കി പോവുക. ഇതും ഇനിയും ചോദിക്കാൻ ചാൻസ്. നമ്മൾ തിരിച്ച് പിന്നും വരികയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്. ഇനി നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ വർക്ക് നോട്ട് റിട്ടൺ ബൈ അബ്ദുൽ ഖാദർ ബദൂനി. അബ്ദുൽ ഖാദർ ബദൂനി എഴുതിയിട്ടില്ല. അബ്ദുൽ ഖാദർ ബദൂനി ഹി ബിലോങ്ഡ് ടു ദി റൈൻ ഓഫ് അക്ബർ. അക്ബറിന്റെ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അബ്ദുൽ ഖാദർ ബദൂനി. അക്ബറിന്റെ റിലീജിയസ് പോളിസികളെ നിശിതമായി വിമർശിച്ച ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു അബ്ദുൽ ഖാദർ ബദൂനി. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം. ഖാനൂനി ഹുമയൂണി ആണോ? ഓപ്ഷൻ ബി താരിഖി അൽഫി, ഓപ്ഷൻ സി മുണ്ടക്കബുൽ തവാരിഖ്, ഓപ്ഷൻ ഡി നജാത്തുൽ റിസാലത്ത്. സോ ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ അബ്ദുൽ ഖാദർ ബദൂനിയുടെ ബുക്ക് അല്ലാത്തത് ഏതാണ്? ഖാനൂനി ഹുമയൂണി ആണ്. ഖാനൂനി ഹുമയൂണി രചിച്ചത് ആരാണെന്ന് കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖാനൂനി ഹുമയൂണി എന്ന് പറയുന്നത് ആരുടെ ഭരണകാലത്താണെന്ന് അറിയാമോ? ക്വാണ്ടമീർ ആണ് രചിച്ചിട്ടുള്ളത്. ഖാനൂനി ഹുമയൂണി വാസ് റിട്ടൺ ബൈ ക്വാണ്ടമർ ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് ദി ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ ക്വാണ്ടമീർ ആണ് രചിച്ചിട്ടുള്ളത്. ഇനി താരിഖി അൽഫി രചിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? അക്ബറിന്റെ കാലഘട്ടത്തിൽ ബദൂനി തന്നെയാണ്. കൂടാതെ മുണ്ടക്കബുൽ തവാരിഖ് സെലിബ്രേറ്റഡ് ജനറൽ ഹിസ്റ്ററി റിട്ടൺ ബൈ ദ സ്ലോലി അബ്ദുൽ ഖാദർ ബദൂനി തന്നെയാണ്. നജാത്തുൽ റസാലത്ത് അഥേർഡ് ബൈ ദ അബ്ദുൽ ഖാദർ ബദൂനി. ഓക്കെ, അതെല്ലാം ബദൂനി തന്നെ, പക്ഷെ ഖാനൂനി ഹുമയൂണി ബദൂനി അല്ല. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഏതാണ്? ഖാനൂനി ഹുമയൂണി. ഇനി നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാഷാനാമ, ഖിറാൻ സദീൻ, തബക്കത്തി നസീറി, കിതാബുൽ റിസാലത്ത്. ഓപ്ഷൻ അമീർ ഖുസ്രു, ഇബ്നു ബത്തൂത്ത, അബ്ദുൽ ഹമീദ് ലാഹോരി, മിൻഹജുൽ സിറാജ്. സോ ദ കറക്റ്റ് ആൻസർ മിൻഹജുൽ സിറാജിന് 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിൻഹജുൽ സിറാജ്. അപ്പൊ മിൻഹജുൽ സിറാജ് നിങ്ങൾക്കറിയാം. തബക്കത്തി നസീറിയാണ് മിൻഹജുൽ സിറാജ്. 3 വന്നിട്ട് ഡി ആണ്. 3 ഡി അല്ലെ, 3 ഡി ആണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ഏകദേശം കിട്ടിക്കഴിഞ്ഞു. അടുത്ത പാർഷാനാമ അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. 1C ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കണ്ടേ കൃത്യമായിട്ട്. നോക്കൂ, പാർഷാനാമ വന്നിട്ട് അബ്ദുൽ ഹമീദ് ലാഹോരി, ഖിറാനി സദീൻ അമീർ ഖുസ്രു ആണ്. തബക്കത്തി നസീറി മിൻഹജുൽ സിറാജ് പിന്നെ റസിയ സുൽത്താനയുടെ കാലഘട്ടത്തിലാണ് രചിച്ചത് എന്ന് കഴിഞ്ഞ 2025 ക്വസ്റ്റനിൽ ചോദിച്ചത് ആരുടെ ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് ദ വിച്ച് ആരുടെ റൈനിന്റെ സമയത്താണ്? അപ്പൊ നിങ്ങൾ റസിയ സുൽത്താന അല്ലെ, ഇൽത്തുമിഷിന്റെ പുത്രിയായിട്ട് വന്ന റസിയ സുൽത്താനയുടെ കാലഘട്ടത്തിലാണ് തബക്കത്തി നസീറി മിൻഹജുൽ സിറാജ്. കിതാബുൽ റസില ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. കിതാബുൽ റഹില രചിച്ചത് ഇബ്നു ബത്തൂത്ത. ഓക്കെ ആണ്. ഇനി ഹാറൂനുൽ റഷീദ് ഈസ് ബിലോങ്ഡ് ടു. ഇത് നമുക്ക് ഡയറക്ട്ലി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആക്ച്വലി നമ്മുടെ +1 ഹയർ സെക്കൻഡറി ഹിസ്റ്ററിയുടെ +1 ടെസ്റ്റിന്റെ അകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഠിക്കേണ്ട ഭാഗത്തല്ല, ഇസ്ലാമിക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിലും നമ്മൾ ആക്ച്വലി പഠിക്കേണ്ടിട്ടുള്ള മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിന്റെ അകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ +1 ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ സിലബസിൽ ഡയറക്ട്ലി പറഞ്ഞു പോകുന്നില്ല. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പൊതുവിൽ എങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇവരെയും കൂടി. അപ്പൊ ഹാറൂനുൽ റഷീദ് ബിലോങ് ടു ഉമയ്യത്ത് ഖലീഫയാണോ, അബ്ബാസിഡ്സ് ആണോ, റാഷിദീൻ ആണോ, സഫാവിഡ്സ് ആണോ?
അപ്പൊ ഹാറൂൺ അൽ റഷീദ് ഒരു അബ്ബാസിഡ് ഖലീഫയാണ്. ഹാറൂൺ അൽ റഷീദ് ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ഹാറൂൺ അൽ റഷീദ് ബിലോങ് ടു ദ അബ്ബാസിഡ് ഖലീഫ. നമുക്കറിയാം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരെയൊക്കെ അറിയാം. നിങ്ങൾ അഞ്ചാമത്തെ ഖലീഫയായിരുന്നു അബ്ബാസിഡ് ഖലീഫയായ ഹാറൂൺ അൽ റഷീദ്. അബ്ബാസിഡ് ഡൈനാസ്റ്റി റൂളിംഗ് ഇൻ 786 to 809 CE during the Islamic Golden Age. Rule and legacy, fifth Caliph of the Abbasid Khalifa, reigned by the September 786 to 809. He established the famous House of Wisdom. അദ്ദേഹം established the established the famous house of wisdom, ബയാത്ത് അൽ ഹിക്കാമ. ഇതൊക്കെ നമ്മൾ ബൈത്ത് അൽ ഹിക്കാമ നിങ്ങൾ നോക്കണം, +1 ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു പാർട്ടാണിത്. ഇൻ ബാഗ്ദാദിൽ സിംബിൾ ഓഫ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ്, ഫേമസ് ഫിഗർ, ദ ബുക്ക് ഓഫ് 1000 and 1001 രാവുകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. നമ്മുടെ അബ്ബാസിഡ് ഖലീഫയായ ഹാറൂൺ അൽ റഷീദിനെ കുറിച്ച് വളരെ മനോഹരമായി പ്രകീർത്തിച്ചിരിക്കുന്നുണ്ട് ആ ബുക്സിലൂടെ. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബൈത്തുൽ ഹിക്മ ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫേമസ് ആണ് വിസ്ഡം ഓഫ് ഹൗസ് എന്ന് വെച്ചൊരു ലേണിംഗ് സെന്റർ ആയിരുന്നു ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകും. വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നെബുക്കത്ത് നിസർ ഓഫ് ദ മെസപ്പൊട്ടോമിയ ബിലോങ്. നെബുക്കത്ത് നിസർ മെസപ്പൊട്ടോമിയയിലെ ഒരു ഭരണാധികാരിയാണ് നെബുക്കത്ത് നിസർ. ഹി ബിലോങ് ടു ദി അസീറിയൻസ് ആണോ, നിയോ ബാബിലോണിയൻസ് ആണോ, സുമോറിയൻസ് ആണോ, അക്കാദിയൻസ് ആണോ? സോ ദ കറക്റ്റ് ആൻസർ നിയോ ബാബിലോണിയൻസ് ഈസ് ദ correct answer. അപ്പോൾ Nebuchadnezzar was belong to the Neo-Babylonians ആണ്. Historical context, famous king Nebuchadnezzar II ruled the Neo-Babylonian empire from 605 BC to 562 BC-യിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. ഈ റൂൾഡ് ഫ്രം ദ സിറ്റി ഓഫ് ബാബിലോണിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ മേജർ പ്രോജക്ട്സുകൾ ഈ ബിൽറ്റ് ദ ഫേമസ് ഇഷ്താർ ഗേറ്റ് അദ്ദേഹം പണി കഴിപ്പിച്ചു. കൂടാതെ ഈ ഇഷ്താർ ഗേറ്റിന് അദ്ദേഹം ലിങ്ക് ചെയ്യിപ്പിച്ചു ഹാങ്ങിങ് ഗാർഡ്. ബാബിലോണിയയിലെ ഒഴുകുന്ന പൂന്തോട്ടത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ലിങ്ക് ചെയ്യിപ്പിച്ച ഒരു ഗേറ്റ് ആയിരുന്നു ഇഷ്താർ ഗേറ്റ്. അതൊന്ന് നോക്കി പോണമേ, അത് ചോദിക്കാം. നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ അകത്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ വന്നിട്ടുള്ളത്. അടുത്തത് ദ ടെൻസ് ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ്. ലോകത്തെ തന്നെ വിറപ്പിച്ച 10 ദിവസങ്ങൾ എന്നത് അറിയപ്പെടുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ദ 10 days ദാറ്റ് ഷൂക്ക് ദ വേൾഡ് ഈസ് ദ വർക്ക് ഓഫ് ചൈനീസ് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ ആൻഡ് ദ ക്യൂബൻ റെവല്യൂഷൻ. സോ ദ കറക്റ്റ് ആൻസർ റഷ്യൻ റെവല്യൂഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ദ 10 days ദാറ്റ് ഷൂക്ക് ദ വേൾഡ് ഇസ് ദ വർക്ക് ഓഫ് ദ റഷ്യൻ റെവല്യൂഷൻ ബൈ ഓതർ ജോൺ റീഡ്. ദ ഇയർ പബ്ലിഷ്ഡ് ബൈ 1990-ലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സബ്ജക്ട് എന്താണ്? ഐ വിറ്റ്നസ് അക്കൗണ്ട് ഓഫ് ദ 1970. അതായത് അദ്ദേഹം ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു ഈ ഒരു റിവോൾട്ടിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഒക്ടോബർ റെവല്യൂഷൻ ഇൻ ദ പെട്രോഗ്രേഡ് ഇൻ റഷ്യയിൽ നടന്ന 1970-ൽ റഷ്യൻ റെവല്യൂഷന്റെ ഐ വിറ്റ്നസ് ആയിട്ടാണ് ജോൺ റീഡ് ഈ ഒരു ബുക്ക് എഴുതിയത്. അപ്പൊ ഇതൊന്ന് പഠിച്ചു പോവുക. ഇതും നമ്മളെ വേൾഡ് ഹിസ്റ്ററിയുടെ അകത്തുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇനി വന്നിട്ട് അറബ് സ്പ്രിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അറബ് സ്പ്രിങ് നടന്നിട്ടുള്ളത് എവിടെയാണ്? മൂവ്മെന്റ്. അറബ് സ്പ്രിങ് മൂവ്മെന്റ് ബിഗിൻ ഇൻ 8 ഡിസംബർ 2010 സൗദി അറേബ്യയിലാണോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണോ, ട്യൂണീഷ്യയിലാണോ, പാലസ്റ്റീനിലാണോ അറബ് സ്പ്രിങ് നടന്നിട്ടുള്ളത്? അറബ് സ്പ്രിങ് നടന്നിട്ടുള്ളത് ട്യൂണീഷ്യയിലാണ് അറബ് സ്പ്രിങ് നടന്നിട്ടുള്ളത്. അപ്പൊ അറബ് സ്പ്രിങ് നിങ്ങൾ നോക്കി പോകേണ്ടിയിട്ടുള്ളത് ഒരു കാര്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കും. അതായത് ഡയറക്ട്ലി 1-2 എക്സാമിനേഷന് തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അറബ് സ്പ്രിങ് അല്ലെങ്കിൽ അറബ് വസന്തം നടന്നത് എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അറബ് സ്പ്രിങ് എന്നറിയപ്പെടുന്ന മൂവ്മെന്റ് നമുക്ക് എവിടെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണങ്ങളൊന്നും കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അറബ് സ്പ്രിങ് മൂവ്മെന്റ് ബിഗിൻ ഇൻ ട്യൂണീഷ്യയിലാണ് ആരംഭിച്ചത്. ഇറ്റ് വാസ് എ കാറ്റലൈസ്ഡ് ബൈ ദ സെൽഫ് ഇമോലേഷൻ of the Muhammad Bouazizi, 26-year-old street vendor of Sidi Boyazid in Sidi Boyazid on December 17, 2010-ലാണ്. 2010 ഡിസംബർ 17-നാണ് ഈ ഒരു സംഭവം നടന്നത്. വിഡിസ്പ്ലേഡ് മാസ് പ്രൊട്ടസ്റ്റ് ഓഫൻ റിഫേർഡ് ടു ആസ് ദ ജാസ്മിൻ റെവല്യൂഷൻ fully escalated across the country and December 18, 2010 eventually forcing country long-standing authoritarian President Ziaul Abidine Ben Ali to step down the January 2011. നമുക്കറിയാം ട്യൂണീഷ്യയിലെ അറബ് വസന്തം 2010 ഡിസംബർ 17-നാണ്. സൗദി ബൗസീദിയിലെ ഒരു തെരുവ് കച്ചവടക്കാരനായ 26 വയസ്സുള്ള മുഹമ്മദ് ബുസീസി അദ്ദേഹം എന്ത് ചെയ്തു? ഇതിന്റെ പേരിൽ അദ്ദേഹം സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതോട് കൂടിയിട്ടാണ് ഈ ഒരു വിപ്ലവം കൂടുതലധികം എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു വളരെയധികം വിഡിസ്പേർഡ് ആയിട്ടുള്ളത്. വിഡിസ്പേർഡ് മാസ് പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള ഓഫൻ റിഫേർഡ് ടു ആസ് ദ ജാസ്മിൻ റെവല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ ജാസ്മിൻ റെവല്യൂഷൻ എന്ന് കൂടി അല്ലെങ്കിൽ വ്യാപകമായിട്ട് അറിയപ്പെടുന്ന ജാസ്മിൻ റെവല്യൂഷൻ ഇതാണ്. ഫുള്ളി എസ്കലേറ്റഡ് അക്രോസ് ദ കൺട്രി. ഈ വിവിധ രാഷ്ട്രങ്ങളിൽ അധികം എന്ത് ചെയ്തു? ഈ ഒരു വിപ്ലവം പടർന്നു പിടിക്കുകയുണ്ടായി. ദ കൺട്രി ഇൻ 2010 ഡിസംബർ 18 കൂടിയിട്ട് ഇവൻച്വലി ഫ്രോസൺ ദ കൺട്രി ലോങ് സ്റ്റാൻഡിംഗ് അതോറിറ്റേഷൻ.
2010 ഡിസംബർ 18 രാജ്യം മുഴുവൻ ഒടുവിൽ രാജ്യത്തിന്റെ ദീർഘകാല സ്വേച്ഛാധിപതിയായിട്ടുണ്ടായിരുന്ന പ്രസിഡന്റ് സൈനുൽ അബ്ദീൻ ബെൻ അലിയെ 2011 ജനുവരിയിൽ സ്ഥാനം ഒഴിപ്പിക്കുന്നവരെങ്കിൽ ഒരു ജനാധിപത്യ സംരംഭം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു അറബ് സ്പ്രിംഗ് അല്ലെങ്കിൽ ജാസ്മിൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ അവസാനം ഇവിടുത്തെ പ്രസിഡന്റിനെ സ്ഥാനം ഒഴിപ്പിച്ച പ്രസിഡന്റിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് സൈനുൽ അബ്ദീൻ ബെൻ അലി. സൈനുൽ അബ്ദീൻ ബെൻ അലി ആണ്. സ്റ്റെപ്പ് ഡൗൺ ഇൻ ജാനുവരി 2011. അപ്പൊ അത് മനസ്സിലായേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷൻ ആൻഡ് ഫ്രാഗ്നൻസ് ഈസ് ഓതേർഡ് ബൈ. ദ നാഷൻ ആൻഡ് ഫ്രാഗ്നൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചത്. ഇത് നമ്മുടെ ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് നമുക്കറിയാം അനൽസ് സൂളസ് ഹിസ്റ്റോറിയോഗ്രഫി ചോദിക്കും, മാർക്ക് ബ്ലോക്കും ഒക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ എഴുതണം. കൂടാതെ ഇത് സബാട്ടിൻ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അനിൽ സിയാല്, ഓപ്ഷൻ ബി പാർത്ഥ ചാറ്റർജി ചന്ദ്രവാർക്കർ, ഓപ്ഷൻ സി ആർ ചന്ദ്രവാർക്കർ, ഓപ്ഷൻ ഡി അലോഷ്യസ്. So the correct answer, Partha Chatterjee is the correct answer. അപ്പോൾ മനസ്സിലാക്കുക, The Nation and Fragments is authored by Partha Chatterjee. The full title, The Nation and Fragments, a colonial and post-colonial historians എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര് കേട്ടോ ആ പുസ്തകത്തിന്റെ. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പ്രസ്സിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പബ്ലിക്കേഷൻ ഇയർ 1993 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പ്രസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പാർത്ഥ ചാറ്റർജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് The Nation and Fragments, കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്റോറീസ് എന്ന പുസ്തകം. ക്ലിയർ ആണേ? അപ്പൊ പാർത്ഥ ചാറ്റർജി സബാൾട്ടൻ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, മനസ്സിലാക്കുക. ദ സിംബിൾ ഓഫ് ബുദ്ധ റീയൂണിക്കേഷൻ, ബുദ്ധന്റെ റീയൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് കുട്ടികളെ? ലോട്ടസ്, വീല്, ഹോഴ്സ്, സ്തൂപ. കറക്റ്റ് ആൻസർ ഹോഴ്സ് ആണ്. അപ്പൊ മറ്റെല്ലാം കൂടെ നമുക്ക് നോക്കണമല്ലോ. ദ സിംബിൾ ഓഫ് മീനിങ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ റീയൂണിക്കേഷൻ ആൻഡ് ലീവിംഗ് ദ പ്ലേസ് ആണ് ഹോഴ്സ് നെ സിംബിളൈസ് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്യൂരിറ്റി ആൻഡ് ബർത്തിനെ സിംബിളൈസ് ചെയ്യുന്നത് ലോട്ടസ് ആണ്. വീല് അദ്ദേഹത്തിന്റെ ആദ്യ പ്രചരണം, അദ്ദേഹത്തിന്റെ സെർമൺ, ഫസ്റ്റ് പ്രഭാഷണത്തെ കുറിച്ചാണ്, ഫസ്റ്റ് സെർമൺ ഓഫ് ദ ടേണിംഗ് ഇൻ ദ ലോ, ദാറ്റ് ഇസ് ദ വീൽ. സ്തൂപ എന്ന് പറയുമ്പോൾ ഡെത്ത് ഓഫ് ഫൈനൽ നിർവാണയെ കുറിച്ച് സിംബിളൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് സ്തൂപ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിൾ? റീയൂണിക്കേഷൻ, ലോട്ടസ് ബ്രത്ത്, വീല് ഫസ്റ്റ് സെർമൺ, സ്തൂപ അദ്ദേഹത്തിന്റെ നിർവാണം. Okay, then അടുത്തത് ദ ഫസ്റ്റ് സുൽത്താൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ടു അബോളിഷ് ജെസി ഓർ പോൾ ടാക്സ്, അല്ലെങ്കിൽ നോൺ മുസ്ലിം, അതായത് നോൺ മുസ്ലിംസിന് ഇടയാക്കിയ ജെസിയ നികുതി പിൻവലിച്ച ആദ്യ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വാസ് ദ സൈനുൽ അബ്ദീൻ ആണ്. ഹി വാസ് ദ റൂളർ ഓഫ്, അദ്ദേഹം സൈനുൽ അബ്ദീൻ ഇവിടുത്തെ റൂളർ ആയിരുന്നു. ബംഗാൾ, കാശ്മീർ, ആസാം, ഡെക്കാൻ. അറിയാമോ? കറക്റ്റ് ആൻസർ കാശ്മീരിലെ റൂളർ ആണ്. ഇനി സൈനുൽ അബ്ദീൻ വാസ് ദ റൂളർ ഓഫ് ദ കാശ്മീർ. ഹീസ് റൂൾഡ് ഫ്രം 1420 to 1470 CE as the 8th സുൽത്താൻ ഓഫ് ദ ഷാമീർ ഡൈനാസ്റ്റിയിലെ 8ാമത്തെ ഭരണാധികാരിയായിരുന്നു. ഈ നോൺ ഫോർ ദ അഫക്ഷനേറ്റ്ലി, അദ്ദേഹത്തെ അഫക്ഷനേറ്റ്ലി ആൾക്കാർ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ബൈ ഹിസ് സബ്ജക്ട്സ് ആർ ദ ബാദ്ഷാ അല്ലെങ്കിൽ ഗ്രേറ്റ് കിങ് എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ആൻഡ് ഓഫൻ കോൾഡ്, അദ്ദേഹത്തെ വിളിച്ചത് അക്ബർ ഓഫ് കാശ്മീർ ഫോർ ഹിസ് റിലീജിയസ് ടോളറൻസിന്റെ, മതസഹിഷ്ണുതയുടെ അർത്ഥത്തിൽ അദ്ദേഹത്തെ എന്താ പറയുന്നത്, കാശ്മീരിലെ അക്ബർ എന്ന് വിളിച്ചിരുന്നു. ഈ റിഫോംസ് അബോളിഷ് ദ ജെസിയ ടാക്സിനെ നിർത്തലാക്കി. ഈ ബാൻഡ് കൗൾസ്ലട്ടർ അല്ലെങ്കിൽ ഗോഹത്യയെ അദ്ദേഹം നിരോധിച്ചു. കൂടാതെ ഈ പാർട്ട്നൈസ്ഡ് ദ സാൻസ്ക്രിറ്റ് ആൻഡ് ലോക്കൽ ആർട്സുകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് അക്ബർ ഓഫ് കാശ്മീർ അല്ലെങ്കിൽ ബാദ്ഷാ, ദ ഗ്രേറ്റ് കിങ് എന്ന് അഫക്ഷനേറ്റ്ലി ദ പീപ്പിൾ കോൾ ഹിം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഒരു മാച്ച് ദ ഫോളോയിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എൻഡ് ഓഫ് ദ ഹിസ്റ്ററി, ഷോർട്ട് 20th century, സ്പെക്ടക്സ് ഓഫ് ദി മാർക്സ്, ക്ലാഷ് ഓഫ് ദി സിവിലൈസേഷൻ. ഓപ്ഷൻ എറിക് ഹോബ്സൺ, ഫ്രാൻസിസ് ഫുക്കിയാമ, സാമുവൽ പി ഹണ്ടിങ്ടൺ, ജാക്വിസ് ഡെറിഡ. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് എൻഡ് ഓഫ് ഹിസ്റ്ററി ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് നോക്കിപ്പോയി. ഏതാണ് എൻഡ് ഓഫ് ഹിസ്റ്ററി? വന്നിട്ട് 2 ആണ്. അപ്പൊ നമ്മൾ A2 വന്നു കഴിഞ്ഞാൽ പിന്നെ B1 എന്തേ വരത്തുള്ളൂ? എറിക് ഹോബ്സൺ ആണ് വരുന്നത്. ദെൻ സ്പെക്ടേഴ്സ് ഓഫ് ദി മാർക്സ് വന്നിട്ട് ഏതാണ്? C4 ആണ്. സ്പെക്ടേഴ്സ് ഓഫ് ദി മാർക്സ് ജാക്വിസ് ഡെറിഡയാണ്. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ വന്നിട്ട് സാമുവൽ ഹണ്ടിങ്ടൺ ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കി. എൻഡ് ഓഫ് ഹിസ്റ്ററി ഫ്രാൻസിസ് ഫുക്കിയാമ, ഷോർട്ട് 20th century വന്നിട്ട് ഹോബ്സൺ, എറിക് ഹോബ്സൺ, സ്പെക്ടേഴ്സ് ഓഫ് ദി മാർക്സ് ജാക്വിസ് ഡെറിഡ, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ സാമുവൽ പി ഹണ്ടിങ്ടൺ. ഓക്കെ, ദെൻ ഇനി പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? കൺസ്ട്രക്റ്റഡ് നാച്ചുറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ നോളജ് ആണോ? ദ ഐഡിയ ഓഫ് സിംഗിൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററി ആണോ? എംഫസൈസ് ദ ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സസിനാണോ അവർ പ്രാധാന്യം കൊടുത്തത്? മൾട്ടിപ്പിൾ ട്രൂത്തിനാണോ പ്രാധാന്യം കൊടുത്തത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറി. നമുക്കറിയാം പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി ക്വസ്റ്റ്യൻസ് എന്തിനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്തത് എന്നുള്ളതാണ്
ഇവിടെ കറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് സിംഗിൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററിക്കാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ദ പോസ്റ്റ് മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ദി ഐഡിയ സിംഗിൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്കത് നോക്കി പോകണം. കറക്റ്റ് ആൻസർ, ദ പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി ഈസ് ഡീപ്ലി skeptical. The Enlightenment era of the universalism and traditional grand narratives is defining. Future is the total rejection of the concept that history consists of the single absolute objective truth waiting to be discovered by the unbiased historian. Instead of the postmodernists argue that any historical narrative is fundamentally subjective text open to endless interpretation. ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിട്ടാണ് നമ്മൾ കരുതേണ്ടിയിട്ടുള്ളത്. അവര് ഇത്തരത്തിലുള്ള നിർവചനത്തിനെ അതിനെ എങ്ങനെയാണ് അവർ വിവരിച്ചത്? അവർ പറഞ്ഞ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വെയിറ്റിംഗ് അല്ല ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് മോഡേണിസ്റ്റുകൾ ആർഗ്യൂ ദാറ്റ് എനി എല്ലാ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് എന്ന് പറയുന്നത് ഈസ് ഫണ്ടമെന്റലി സബ്ജക്റ്റീവ് ടെസ്റ്റ് ഓപ്പൺ ടു എൻഡ്ലെസ് ഇന്റർപ്രിട്ടേഷൻ. ഇതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു തുറന്ന ആത്മനിഷ്ഠ പഠനത്തിനും തുറന്ന ഒരു ആത്മനിഷ്ഠ പഠനത്തെ എൻഡ്ലെസ് ഇന്റർപ്രിട്ടേഷനോട് അവർ ഇൻസ്റ്റെഡ് ഓഫ് പോസ്റ്റ് മോഡേണിസ്റ്റ് ആർഗ്യൂ ദ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ഈസ് ഫണ്ടമെന്റലി സബ്ജക്റ്റീവ് ടെസ്റ്റ് ഓപ്പൺ ടു ദ എൻഡ്ലെസ് ഇന്റർപ്രിട്ടേഷൻ. അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അവര് പ്രധാനമായിട്ട് എന്തിന്റെ വക്താക്കളായിട്ടാണ് വന്നത്? ദ ഇറ ഓഫ് ദ യൂണിവേഴ്സലിസം ആൻഡ് ട്രഡീഷണൽ ഗ്രാൻഡ് നറേറ്റീവ്സ്. അവർ ഡിഫൈൻ ചെയ്തത് ഫ്യൂച്ചർ ഇസ് ദ ടോട്ടൽ റിജക്ഷൻ ഓഫ് ദ കോൺസെപ്റ്റ്. ഫ്യൂച്ചറിൽ ഏത് കോൺസെപ്റ്റിനെയാണ് റിജക്ട് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ട്രൂത്ത് അല്ല, വെയിറ്റിംഗ് ടു ബി ഡിസ്കവേർഡ് ബൈ അൺബയാസ്ഡ് ഹിസ്റ്റോറിയൻസിനെ ഡിസ്കവേർഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന ആശയത്തെ അവർ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു. അതിന് പകരം അവർ കൊണ്ടുവന്ന ആശയം എന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്ന ഒരു എൻഡ്ലെസ് ഇന്റർപ്രിട്ടേഷൻ ആയിട്ടാണ് കാണേണ്ടത്. ഒരു സിംഗിൾ അബ്സല്യൂട്ട് ഒബ്ജക്റ്റീവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ മോഡേൺ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകുന്നത് സ്മാളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ഡ്യൂറിംഗ് ദ വേദിക് പീരീഡിലെ ഒരു സ്മാളസ്റ്റ് സെഗ്മെന്റ് ഏതാണ്? വിഷാണോ, ഗ്രാമയാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ സി കുലയാണോ, ഓപ്ഷൻ ഡി ട്രൈബ് ആണോ? സോ ദ കറക്റ്റ് ആൻസർ, അതായത് സ്മാളസ്റ്റ് യൂണിറ്റും അല്ലെങ്കിൽ വേദകാലഘട്ടത്തിലെ സൊസൈറ്റിയുടെ സ്മാളസ്റ്റ് യൂണിറ്റ് എന്താണ്? കറക്റ്റ് ആൻസർ കുല ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ കുലയാണ് അല്ലെ. കുല എന്ന് പറഞ്ഞ ഫാമിലിയാണ്. ദ ബേസിക് ആൻഡ് സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ലീഡ് ബൈ ദ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ് കുലപ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഗ്രാമം എന്ന് പറയുമ്പോൾ വില്ലേജുകളാണ്. ഗ്രാമത്തിന്റെ ഹെഡ്മാൻ എന്നറിയപ്പെടുന്ന ഗ്രാമിണിയാണ്. വിഷ് എന്ന് പറയുന്ന ക്ലാൻ, ഈ വംശങ്ങളില്ലേ, ദ ഗ്രൂപ്പ് ഓഫ് സെവറൽ വില്ലേജുകൾ ചേർന്ന് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ക്ലാൻ ആകുന്നത്, വിഷ ആകുന്നത്. ലെഡ് ബൈ ലീഡർ കാൾഡ് വിഷയപതി എന്നാണ് അറിയപ്പെടുന്നത്, വിഷപതി. ജന എന്ന് പറയുന്നത് ട്രൈബുകളാണ്. നിരവധി ഗോത്രങ്ങൾ ചേരുമ്പോൾ ജനയാവും. ജനയുടെ റൂൾ ചെയ്തിരിക്കുന്ന രാജാവാണ്, രാജനാണ് റൂൾ ചെയ്തത്. ലാർജർ കമ്മ്യൂണിറ്റി ഓഫ് ദ ട്രൈബ് ഫോംഡ് ബൈ ദ മൾട്ടിപ്പിൾ ക്ലാൻസുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇതിനെ റൂൾ ചെയ്തിരിക്കുന്നത് കിങ് ഓഫ് രാജൻ. കറക്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ ഒന്ന് കടന്നു പോകാം. പരമാര റൂളർ ഹൂ റോട്ട്. ഇനി നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള, അപ്പൊ നിങ്ങള് നമ്മൾ ഇതൊക്കെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നും കൂടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് നമ്മളെല്ലാം പറഞ്ഞു പോയത്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ മൊഡ്യൂൾസുകളും എല്ലാ യൂണിറ്റ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പരമാര ഡൈനാസ്റ്റിയിലെ ആർക്കിടെക്ചറിനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിയുടെ പേര് സമരാംഗന സൂത്രധാര എന്നറിയപ്പെടുന്ന ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ് സമരാംഗന സൂത്രധാര എന്ന ഗ്രന്ഥം രചിച്ച പരമാര റൂളർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സിന്ധുരാജ, മുഞ്ച, ഭോജ, ഉപേന്ദ്ര. കറക്റ്റ് ആൻസർ ഭോജ ഇസ് എന്താ പറയുന്നത്, സമരാംഗന സൂത്രധാര എന്ന ആർക്കിടെക്ചർ ഗ്രന്ഥം എഴുതിയ പരമാര റൂളർ ഭോജയാണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കടന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. പരമാര റൂളേഴ്സിനെ നമുക്ക് ചോദിക്കാം, അവരുടെ റൂളേഴ്സിന്റെ ക്രോണോളജി ചോദിക്കാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതും കൂടെ പഠിക്കണം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഭോജ. ദ കിങ് ഭോജദേവ 11th century പോളിമത്ത് റൂളർ ഓഫ് ദി പരമാര ഡൈനാസ്റ്റി ഓഫ് ദ മാൾവയാണ് കേട്ടോ അവരുടെ ആസ്ഥാനം.
അപ്പൊ മാൾവ കേന്ദ്രമാക്കി ഭരിച്ച വളരെ പ്രശസ്തനായ ഒരു ഭരണാധികാരി ഭോജരാജാവ്. അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ വാസ്തുവിദ്യ ശാസ്ത്രത്തെ കുറിച്ച് വളരെ പ്രകീർത്തിച്ചുകൊണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള സംസ്കൃത ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് സമരാംഗന സൂത്രധാര. എന്താണ് സമരാംഗന സൂത്രധാര? ഈസ് എ മോണമെന്റൽ സയൻസ് ട്രീറ്റീസ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ ആർക്കിടെക്ചർ, ടൗൺ പ്ലാനിങ്, മെക്കാനിക്കൽ കോൺട്രവൻസസ്, ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദീകരിച്ചുകൊണ്ട് രചിച്ച ഒരു ഗ്രന്ഥമാണ് സമരാംഗന സൂത്രധാര. ഇനി കോർ സബ്ജക്ട്സുകൾ എന്താണ്? ക്ലാസിക്കൽ ഇന്ത്യൻ ആർക്കിടെക്ചർ, വാസ്തുശാസ്ത്രത്തെ കുറിച്ച്, ടെമ്പിൾ ഡിസൈനിങ്, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുന്നതിന്റെ സ്കോപ്പ്, നിങ്ങൾ കവർ ദ ടൗൺ പ്ലാനിങ്, ഐക്കണോഗ്രാഫി, പെയിന്റിംഗ്, കാനോൺസ്, മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ആട്ടോമാറ്റ ആൻഡ് ഫ്ലൈയിങ് മെഷീൻസിനെ കുറിച്ചൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. 7,000 വേഴ്സസുകളും 83 ചാപ്റ്റേഴ്സും 7,000-ലധികം വേർഷൻസുകളും ഏതിലുണ്ട്? 7,000 വേഴ്സസുകളും 83 ചാപ്റ്റേഴ്സുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സമരാംഗന യോഗശാസ്ത്ര എന്നറിയപ്പെടുന്ന ബുക്ക്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വാസ്തുവിദ്യ ശാസ്ത്രവുമായിട്ട് സമരാംഗന സൂത്രധാര. സമരാംഗന സൂത്രധാര. ഓക്കെ, അപ്പൊ 7,000-ഓളം വേഴ്സസുകളും 83 ചാപ്റ്റേഴ്സ്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ ഒന്ന് കടന്നു പോകാം. ദ ലാസ്റ്റ് റീജന്റ് ഓഫ് ക്യൂൺ, തിരുവിതാംകൂറിലെ അവസാനത്തെ റീജന്റ് ഭരണാധികാരി ആരാണ്? ദ ലാസ്റ്റ് റീജന്റ് ക്യൂൺ ഓഫ് ദ തിരുവിതാംകൂർ സേതു ലക്ഷ്മിബായി ആണോ? സേതു ലക്ഷ്മിബായി, സേതു പാർവതിബായി, ഗൗരി ലക്ഷ്മിബായി, ഗൗരി പാർവതിബായി. അപ്പോ തിരുവിതാംകൂറിലെ അവസാന റീജന്റ് ഭരണാധികാരി സേതു ലക്ഷ്മിബായി ആണ്. ഇനി അവരുടെ പീരീഡും കൂടെ നോക്കണം. ഹു ഗവേർഡ് ദ സ്റ്റേറ്റ് 1924 to 1931 ഡ്യൂറിംഗ് ദ മൈനോറിറ്റി ഓഫ് ദ നെഫ്യൂ. അവരുടെ നെഫ്യൂ ആയിരുന്നു. ആരുടെ നെഫ്യൂ ആയിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ. ഈ പീരീഡ് ഈസ് 1924 to 1931 അവരുടെ പീരീഡ് എന്നറിയപ്പെടുന്നത്. സക്സസർ ഓഫ് റെയിൻഡ്, അതെ, അവർ ആരുടെ സക്സസർ ആയിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സക്സസർ റെയിൻഡ്. പിന്നെ കീ ഇവന്റ് ഇവരുടെ കാലഘട്ടത്തിൽ നടന്നൊരു കീ ഇവന്റ് നിങ്ങൾ മറക്കാതെ പഠിക്കണം. വൈക്കം സത്യാഗ്രഹ, ദ ഇറ, സോഷ്യൽ റിഫോംസ്. ഇങ്ങനെ ഒരുപാട് വൈക്കം സത്യാഗ്രഹ ഇറ നടന്നതും കൂടാതെ സോഷ്യൽ റിഫോം, ഇങ്ങനെ നിരവധി സോഷ്യൽ റിഫോംസുകളൊക്കെ നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? റീജന്റ് സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻസോട് കൂടി നമ്മൾ അതും ഒരു കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ട്രേഡ് യൂണിയൻ ലീഡർ സുഗതൻ വാസ് അറസ്റ്റഡ് ഡ്യൂറിംഗ് ദി. അപ്പൊ ഒരു ട്രേഡ് യൂണിയൻ ലീഡർ ആയിരുന്ന സുഗതനെ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ പേരിലായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ട്. അല്ലെങ്കിൽ ഏത് സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന സുഗതനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ്: പുന്നപ്ര വയലാർ അഭ്യവലാണോ, കീഴരിയൂർ ബോംബ് കേസാണോ, പയ്യന്നൂർ സാൾട്ട് സത്യാഗ്രഹമാണോ, മോറഴ ഇൻസിഡന്റ് ആണോ? സോ ദ കറക്റ്റ് ആൻസർ പുന്നപ്ര വയലാർ അഭ്യവലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള സുഗതനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കി പോകണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുന്നപ്ര വയലാർ അഭ്യവൽ 1946 അറസ്റ്റഡ് അലോങ്സൈഡ് അതർ പ്രോമിനന്റ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് ലേബർ ലീഡേഴ്സ് പ്രിയോർ ടു ഹിസ്റ്റോറിക്കൽ ഒക്ടോബർ 1947 വർക്കിംഗ് ക്ലാസ് അപ്രൈസിംഗ്. ഒരു വർക്കിംഗ് ക്ലാസിന്റെ അപ്രൈസിംഗ് ആണ്. എഗെയിൻസ്റ്റ് ആർക്കെതിരായിട്ടായിരുന്നു വെച്ചില്ല ഒരു സമരം ചെയ്തത്? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ. റോൾ ദ ഏർലി കയർ ഫാക്ടറി വർക്കർ ആൻഡ് പ്രോമിനന്റ് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസർ ഇൻ ദ ആലപ്പുഴ ചേർത്തല റീജിയനിലെ ആദ്യകാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറും കയർ ഫാക്ടറി വർക്കറും പ്രോമിനന്റ് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസറൊക്കെ ആയിരുന്ന ആ സുഗതനെ പുന്നപ്ര വയലാർ അഭ്യവലിന്റെ പേരിൽ 1946 അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ എന്താ പറയുന്ന യൂണിറ്റ്സുകളും മൊഡ്യൂൾസുകളുമായിട്ട് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് കുട്ടികളെ. ഓക്കെ, താങ്ക് യു.